നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ഒട്ടും പര്യാപ്തമല്ല എന്ന് വിചാരണ കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. 1711 പേജുള്ള വിധിന്യായത്തിലാണ് ഒന്നാം പ്രതി പൾസർ സുനിയും ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്ന വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. എന്നാൽ പൾസർ സുനി അടക്കം 6 പേരെ ശിക്ഷിക്കുകയും ചെയ്തു. പ്രതികളുടെ പ്രവൃത്തി സ്ത്രീയുടെ ഉന്നതമായ അന്തസ്സിനെ ഹനിക്കുന്നതാണ്. യാതൊരു അപകട ഭീതിയുമില്ലാതെ യാത്ര ചെയ്യുകയായിരുന്ന അവൾ ആക്രമിക്കപ്പെട്ടു. പ്രതികൾ അതിജീവിതയെ കടുത്ത ഭയത്തിലേക്കും അപമാനത്തിലേക്കും നിസ്സഹായ അവസ്ഥയിലേക്കും തള്ളിവിട്ടു. അവർക്ക് കടുത്ത മാനസിക സംഘർഷമാണ് നേരിടേണ്ടി വന്നതെന്നും കോടതി നിരീക്ഷിച്ചു. സ്ത്രീകളെ ആക്രമിക്കുന്നത് സാമൂഹിക പുരോഗതിയെ ബാധിക്കുമെന്ന നിർഭയ കേസിലെ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളും കോടതി പരാമർശിച്ചു. ശിക്ഷ വിധിക്കുമ്പോൾ പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും ഒന്നാം പ്രതി ഒഴികെ മറ്റാർക്കും ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദവും പരിഗണിക്കേണ്ടതുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ഈ ഘടകങ്ങൾ പരിഗണിച്ചാണ് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകേണ്ടതില്ല എന്ന് കോടതി തീരുമാനിച്ചത്. ഇത് പൾസറിനും കൂട്ടർക്കും ആശ്വാസമാണ്. പരമാവധി ശിക്ഷയായ ജീവപര്യന്തം കൊടുത്തിരുന്നുവെങ്കിൽ പ്രതികൾക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. കൂട്ടബലാത്സംഗത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ 20 വർഷവും പരമാവധി ശിക്ഷ ജീവപര്യന്തം തടവുമാക്കി മാറ്റിയത് 2013 ഡൽഹിയിലെ നിർഭയ കേസിന് ശേഷമാണ്. ഇന്ത്യൻ പീനൽ കോഡിൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച സമഗ്രമായ ഭേദഗതി വരുത്തിയതിനെ തുടർന്നാണ് 376D എന്ന ഒരു വകുപ്പ് എഴുതി ചേർത്തത്. പരമാവധി ശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റിയെന്നു മാത്രമല്ല, ഇതിന് ഒരു വിവരണം കൂടി കൊടുത്തിരുന്നു. ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ ജയിലിലായിരിക്കണം എന്നതായിരുന്നു അത്. കൊലക്കുറ്റത്തിന് പോലും ഈയൊരു നിർവചനമില്ല. പക്ഷേ ഇവിടെ ജീവപര്യന്തം ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ കേസിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നടക്കും. ദിലീപിനെ അടക്കം വെറുതെ വിട്ടതും പരിശോധിക്കും. രാജ്യ ചരിത്രത്തിൽ തന്നെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത അത്യപൂർവ കേസുകളിൽ ഒന്നാണിത്. മാത്രമല്ല, ഒരുപാട് സവിശേഷതകളുള്ള കേസാണ്. ഈ കേസിൽ പതിവിന് വിരുദ്ധമായി കൂട്ടബലാത്സംഗം ചെയ്തുവെന്ന് മാത്രമല്ല, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തെത്തിക്കുകയും ചെയ്തു. അതിന് പ്രതിഫലം ആവശ്യപ്പെട്ടുവെന്നാണ് ആരോപണം. ഇത് തെളിയാത്തതും കേസിനെ സ്വാധീനിച്ചു. അപ്പീലിൽ ഇരയ്ക്കു നീതി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് കരുതുന്നവരും ഉണ്ട്. സാധാരണ കൊലക്കുറ്റത്തിന് ലഭിക്കുന്ന ജീവപര്യന്തം തടവിനേക്കാൾ വലിയ തടവാണ് ഇതിലെ ജീവപര്യന്തം തടവ്. 1 മുതൽ 6 വരെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിച്ചു. ഒന്നാം പ്രതി പൾസർ സുനിയെപ്പോലെ തന്നെ ഗുരുതരമായ കുറ്റമാണ് മറ്റ് 5 പ്രതികളും ചെയ്തതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി അജകുമാർ ചൂണ്ടിക്കാണിച്ചു. ഒന്നാം പ്രതി മാത്രമാണ് നേരിട്ട് ബലാത്സംഗം ചെയ്തതെങ്കിൽ മറ്റ് പ്രതികൾക്ക് അതേ ശിക്ഷ നൽകാനാകുമോ എന്ന കോടതിയുടെ ചോദ്യത്തിനായിരുന്നു പ്രോസിക്യൂഷൻ നിയമപരമായ മറുപടി നൽകിയത്. ഗൂഢാലോചനയിൽ പങ്കെടുത്ത മുഴുവൻ പ്രതികളും കൂട്ടബലാത്സംഗ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഈ വകുപ്പ് പ്രകാരം പരമാവധി ശിക്ഷ ലഭിക്കാൻ ഓരോ പ്രതിയും നേരിട്ട് ബലാത്സംഗം ചെയ്യണമെന്നില്ല. കുറ്റകൃത്യത്തിന്റെ മൊത്തത്തിലുള്ള വ്യാപ്തിയാണ് കോടതി പരിഗണിക്കേണ്ടത്. ഈ 5 പ്രതികൾ വാഹനം തടഞ്ഞു നിർത്തി സഹായം നൽകിയതുകൊണ്ടാണ് അതിജീവിതയെ ബലാത്സംഗം ചെയ്യാൻ സുനിക്ക് സാധിച്ചത്. അതിനാൽ എല്ലാവർക്കും പരമാവധി ശിക്ഷ നൽകണം. സ്ത്രീകൾ പുരുഷന്മാരുടെ ഉപഭോഗ വസ്തുക്കളല്ല. കുറ്റവാളികൾക്ക് നൽകുന്ന പരമാവധി ശിക്ഷ സമൂഹത്തിനുള്ള ശക്തമായ സന്ദേശമാകണം എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു.